കാനഡയിൽ ബൈക്കിന് ലൈസൻസ് അധികം ആരും എടുക്കാറില്ല, പക്ഷേ ഈസിയാണ്. എല്ലാവരും ഇവിടെ G ലൈസൻസ് ആണ് എടുക്കുന്നത്. പക്ഷേ ബൈക്ക് ഓടിക്കണമെങ്കിൽ നമുക്ക് M ലൈസൻസ് വേണം. ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കാർ ലൈസൻസ് എടുക്കാൻ നേരത്തെ തന്നെ ബൈക്കിൻ്റെ ലൈസൻസും അതായത് പർട്ടിക്കുലർ ആഡ് ചെയ്യാൻ നേരത്ത് ബൈക്കിൻ്റെ ലൈസൻസും കൂടിയും ആഡ് ചെയ്യാൻ അവരുടെ അടുത്ത് പറയണം. അല്ലെങ്കിൽ വേറെ പർട്ടിക്കുലേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് M1 ആണ് ആദ്യം എഴുതേണ്ടത്. M1 എഴുതിയിട്ട് 60 ദിവസത്തിനുള്ളിൽ M ലൈസൻസോ അല്ലെങ്കിൽ M2 ലൈസൻസോ എടുക്കണം. അപ്പോൾ പർട്ടിക്കുലേഴ്സ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ M എഴുതാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ നേരെ M2 എടുത്തിട്ട് പിന്നെ വേണം M എഴുതാൻ. കാനഡയിലെ ബൈക്കിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 800cc വണ്ടിയാണ്. ഇതിന് ഇച്ചിരി ഇൻഷുറൻസ് കൂടുതലാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഇൻഷുറൻസ് കുറഞ്ഞ രീതിയിൽ ഒരു ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 500cc താഴെ വണ്ടി ഉള്ളതുകൊണ്ട് അവൈലബിൾ ആണ്. ആ വണ്ടി എടുത്താൽ അതിന് 75 രൂപ 60 രൂപ ഇൻഷുറൻസ് ഉള്ളൂ.